അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ മുജാഹിദ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ കേൾപ്പിക്കുകയാണ്. ഇഷ്ടവും കേന്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മർക്കസ് ദഅവയും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ചോദ്യകർത്താവിനെ ചട്ടം കെട്ടി പ്രത്യേകമായി എഴുതി കൊടുത്ത് ചോദിപ്പിച്ച് എന്നിട്ട് കേരളത്തിലെ മുജാഹിദ് കുടുംബങ്ങളിലേക്ക് അത് വിതരണം ചെയ്ത് ആയിരക്കണക്കിന് ഇഷ്ടത്തിൻ്റെ അനുയായികളെ അവർ വിശ്വസിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ആ ശിർക്കൻ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുകയും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് നിഷ്കളങ്കരായ മുജാഹിദുകളെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടിയും രംഗത്ത് വന്നിട്ടുള്ള വിശ്വത്തിലെ ഒരു പുരോഹിതൻ്റെ മറുപടിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ചെറിയ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെറുതാണ്. ഒന്ന്, ഇപ്പോൾ കേന്നവും വിസ്ഡവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് ഒരാൾ ചോദിച്ചാൽ കൃത്യമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും അവർക്ക് വിവരിച്ചു കൊടുക്കാൻ പലർക്കും അറിയുന്നില്ല എന്ന് പറയാം. അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ ഉസ്താദ് വളരെ കൃത്യമായിട്ട് തൗഹീദ് ഇവിടെ വിശദീകരിച്ചു, അതിൽ പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളതും വിശദീകരിച്ചു. അപ്പം അതൊരു ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട രൂപം എന്താണെന്ന്. മറ്റൊന്ന്, പിന്നെ നമ്മുടെ മറ്റൊരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്, ഹദീസ് നിഷേധം കൊണ്ട് വല്ലാതെ പിന്നെ നടക്കുന്ന ആളുകൾ. അപ്പോൾ ഈ വിഷയത്തോടനുബന്ധിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയി. അവർ മർക്കസ് ദഅവയുടെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഈ പിന്നെ സംസം വെള്ളത്തിന് പ്രത്യേകത ഇല്ല, അജുവക്കാരക്ക് പിന്നെ അതായത് 7 എണ്ണം കഴിച്ചാൽ പിന്നെ വിഷം തീണ്ടുകയില്ല എന്നുള്ള ഹദീസിനെ അവർ അതിനെക്കുറിച്ച് അത് പിന്നെ സഹീഹല്ല എന്നുള്ള നിലക്ക് സംസാരിക്കുന്നു. അതുപോലെ തന്നെ സിഹറിൻ്റെ വിഷയത്തിൽ പിന്നെ സിഹറിന് തഅ്സീറുള്ള പിന്നെ ഇല്ല എന്നുള്ള വിഷയത്തിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഇതൊന്നും അവരുടെ പിന്നെ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ. പണ്ഡിതന്മാരായ ആളുകൾ ഇപ്പോൾ പിന്നെ ഫൈസൽ മൗലവി പല പിന്നെ മുഖാമുഖങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അബ്ദുൽ മലിക് സലഫിയുടെ. പക്ഷേ ഇതൊക്കെ മുകളിലെ തട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത് താഴെ തട്ടിലേക്ക് എത്താത്തത് കൊണ്ട് ഈ പൊതുജനങ്ങളിലേക്ക് ഇതൊന്നും എത്താൻ എന്താണ് മാർഗം എന്നോടി അറിഞ്ഞാൽ തിരക്കില്ല. ജസാക്കുമുല്ലാഹു ഖൈർ. അപ്പോൾ ചോദ്യകർത്താവിൻ്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വളരെ പ്ലാനിങ്ങോട് കൂടി എഴുതി കൊടുത്തതനുസരിച്ച് ഒരു മുഖാമുഖ നാടകം വിദേശത്ത് പോയി ചെയ്തതാണ് വിശ്വത്തിൻ്റെ ഈ കൂലി തൊഴിലാളികൾ. അപ്പോൾ ആ ചോദ്യകർത്താവിനോട് എനിക്ക് ആമുഖമായി പറയാനുള്ളത്, യൗമ തുബല സറായിർ, എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്ന പരലോകത്ത് നിങ്ങളുണ്ടാക്കിയ ഈ ഫിത്തനക്ക് നിങ്ങൾ നല്ലൊരു മറുപടി പറയേണ്ടി വരും. കാരണം 10,000-കണക്കിന് നിങ്ങളെ അനുയായികളെയും അതുപോലെ തന്നെ 10,000-കണക്കിന് കേന്നം പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന നിഷ്കളങ്കരായ മുജാഹിദുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചട്ടം കെട്ടിയ ആ മുഖാമുഖത്തിൽ ആ വിശ്വത്തിൻ്റെ പണ്ഡിത പുരോഹിതന് വേണ്ടി താങ്കൾ റെഡിമെയ്ഡായി ചോദിച്ച ചോദ്യം നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ എന്ന് താങ്കളൊന്ന് ആലോചിക്കുക. അതാണ് താങ്കളോട് എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്. ഇനി നമ്മളെ ഷെയ്ഖിൻ്റെ മറുപടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതൊന്ന് കേട്ടോളൂ. രണ്ട് കാര്യമാണ്. ഒന്ന്, കേന്നമും വിസ്തവും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായ വ്യത്യാസങ്ങൾ ചുരുക്കി എങ്ങനെ പറയാമെന്നാണ്. ഏറ്റവും ബേസ് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളും. അപ്പോൾ നിങ്ങൾ ഈ അറബി തട്ടും ഈ സൗവും വലിയ കളറുള്ള ബാനറിൻ്റെ മുമ്പാകത്തൊക്കെ നിന്ന് ഇങ്ങനെ
കുറച്ച് നേർച്ച താടിയൊക്കെ പാടെ കാണുമ്പോൾ നിങ്ങൾ ബേജാറാകണ്ട. ഇത് സൗദി അറേബ്യയിലെ ഇപ്പോഴത്തെ പുതിയ ഗ്രാൻഡ് മുഫ്തി ആ ഷെയ്ഖ് ഏതെങ്കിലും വല്ല പണ്ഡിതനാണെന്ന് വിചാരിക്കണ്ട. ഇത് നമ്മളെ കോട്ടക്കൽ പുതുപ്പറമ്പിലുള്ള നമ്മളെ ഫൈസൽ മുസ്ലിയാരാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മമ്പുറം മക്കാമിൽ പണ്ട് ധാർമ്മികത്വം വഹിച്ചിരുന്ന ഇയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ മമ്പുറം മക്കാമിൽ പൂജാരി ആയിരുന്ന ആ മനുഷ്യൻ്റെ മകനാണ്. അപ്പോൾ വാപ്പ പൂജാരിയാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപിച്ചതല്ല. അദ്ദേഹം തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്നും പറഞ്ഞ പരിപാടിയിൽ പണ്ട് കൊണ്ടോട്ടിയിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം നിങ്ങളൊന്ന് കേൾക്കണം. മാത്രമല്ല ആ സംസാരം കേൾപ്പിച്ചുകൊണ്ട് അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് ഇദ്ദേഹത്തിൻ്റെ തൊലി ഉരിഞ്ഞ് കാണിക്കുന്നുണ്ട്. കാരണം ഏതൊരു ഷിർക്ക് ബിദഅത്ത് ഖുറാഫാത്ത് ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും പിതാവ് മാതാവ് എന്ന് പറഞ്ഞാൽ അത് ഒരു പുക്കിൾക്കൊടി ബന്ധമാണ്. മാത്രമല്ല വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ, മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് അല്ല പറഞ്ഞ ആ തൗഹീദിൻ്റെ കൂടെ ഒട്ടിച്ചേർത്ത് പറഞ്ഞതാണ് എന്ത് വബിൽ വാലിദൈനി ഹസാന, നിങ്ങൾ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബഹുമാനം പോലും സ്വീകരിക്കാതെ അന്ന് ആവേശത്തിൽ ഇയാൾ തൻ്റെ വാപ്പാനെ പൂജാരി എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതിൻ്റെ ഒരു കുരുത്തക്കേടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റിള റബ്ബി ഫി റിളൽ വാലിദൈനി വ സുഖ്തു റബ്ബി ഫി സുഖ്തൽ വാലിദൈനി. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹിൻ്റെ കോപം. അവിടെ കാഫിർ മുശ്രിക്ക് എന്നൊന്നും അല്ല വേർതിരിച്ചിട്ടില്ല. അതുകൊണ്ടൊന്നും അത്തരത്തിലുള്ള വാപ്പാരെ പറ്റി ആ രൂപത്തിലൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ആ മനുഷ്യൻ ഇന്ന് ഈ അറബി തട്ടക്കെട്ട് വലിയ ശേഖന്മാരമാരി ഗൾഫിലൊക്കെ പോയി ആൾക്കാരുടെ മുമ്പിൽ ഈ ഫിത്തന ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ദീനിലേക്ക് ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി കടന്നു വന്ന ബനൂ ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാളാണ് സാമിരി എന്നറിയപ്പെടുന്ന മനുഷ്യൻ. ആ സാമിരി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ദീനിലേക്ക് വന്ന് ഈ തൗഹീദുള്ള ജനതകളുടെ കൂടെ ജീവിച്ച് ഒരുപാട് ദീനിന് വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അതിനിടയിൽ ആ മനുഷ്യൻ പിന്നീട് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ 40 ദിവസമായപ്പോഴേക്കും ഒരു കാളക്കുട്ടനുണ്ടാക്കി ശബ്ദം കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് തിരിച്ചു വെച്ച് ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ഇതാണ് നമ്മളുടെ ദൈവം ആലിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഴുവൻ തൗഹീദുള്ള ബനൂ ഇസ്രായേൽക്കാരെയും ഷിർക്കിലേക്ക് കൊണ്ടുപോയി. വളരെ കുറഞ്ഞ 1-2 ആളുകളും ഹാറൂൻ അലൈഹി ഇസ്ലാമും മാത്രം ആ ഫിത്തനയിൽ നിന്ന് കഴിച്ചിലായി. ഇതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്തേക്ക് ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന മൂസ എന്ന് പറഞ്ഞ പോലെ ഖാലു ആമന്നാ ബി റബ്ബി മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മതം മാറി വന്ന ഈ ഫൈസൽ മുസ്ലിയാർ പിന്നീട് 2012 ശേഷം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ ഗ്യാപ്പിൽ പേപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് നിന്ന് പിന്നീട് അദ്ദേഹം ഒരു അഭിനവ സാമിരിയായി മാറുകയും തൻ്റെ വാപ്പ പൂജാരിയാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ പൂജാരിയുടെ നുത്ഫയിൽ പിറന്ന മകൻ പിന്നീട് ഈ തൗഹീദുള്ള മുവഹിദുകളായ വിശ്വംകാരെ തനിച്ച ഷിർക്കിലേക്കും കുഫറിലേക്കും തനിച്ച അക്കീദ പഴിച്ചു പോകുന്ന ഒരു ഡ്യൂപ്ലിക്കറ്റ് സലഫിയത്തിലേക്കും ക്ഷണിച്ചു എന്ന് ഇയാളെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഇയാളെ പോസ്റ്റ് ചെയ്ത് നിർത്തി പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് ആമുഖത്തിൽ തന്നെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് വിശദീകരിക്കാം.
കേൾക്കാം. രണ്ട് നിലപാടുകാരാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്ന അടിസ്ഥാന പ്രകാരം അഭൗതികമായ കഴിവ്, കാഴ്ച, കേൾവി, അറിവ് തുടങ്ങിയ എല്ലാം അത് പടച്ചറബിന് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല. ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യർക്കുമില്ല, നബിക്കുമില്ല, വലിയനുമില്ല, ആർക്കുമില്ല. സമസ്തക്കാർ പറയുന്നു ഈ കഴിവുകൾ അള്ളാഹു ആർക്കും കൊടുക്കാം. അങ്ങനത്തെ അബോധിക കഴിവ് അല്ലാത്ത കഴിവ് എന്ന് വേർതിരിവേ ഇല്ല. ഏത് കഴിവും ആർക്കും അള്ളാഹുത്തല കൊടുത്തേക്കാം എന്ന് സമസ്തക്കാർ പറയുന്നു. എന്നാൽ അബോധികമായ കഴിവ് അള്ളാഹുത്തലക്ക് മാത്രം എന്ന് പറയുന്നത് മാറിയിട്ട് ജിന്നിന്റെ കഴിവ് അബൗദികമാണ്, ജിന്നിന്റെ പ്രവർത്തനം അബൗദികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കേനം എത്തിയിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടില്ലേ, നമ്മളെ ഈ അഭിനവ സാമിരിയായ ഫൈസൽ മുസ്ലിയാർ വിശ്വത്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി പറയുന്നത് വലിയൊരു ആരോപണമാണെന്ത്, ഇസ്ലാഹി പ്രസ്ഥാനം ഈ കാലമത്രയും ജിന്നും മലക്കുമെല്ലാം എന്താണ് ഭൗതിക സൃഷ്ടികളായിരുന്നു. നമ്മളങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കാരണം അഭൗതിക സൃഷ്ടികളല്ല, അഭൗതികം അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെ അഭൗതികമായ കഴിവുകൾ അത് അള്ളാഹുവിൻ്റെ മാത്രം കുദറത്തിൽപ്പെട്ട കഴിവാണ്. അതുകൊണ്ട് തന്നെ ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ സമസ്തക്കാര വാദത്തിലേക്ക് പോയി. കാരണം സമസ്തക്കാരാണ് എന്ന് പറഞ്ഞത് അഭൗതികമായ കഴിവ് അല്ലാഹു തആല ആർക്കും യഥേഷ്ടം എപ്പോഴും കൊടുക്കും എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ നമ്മൾ ജിന്നിനെ അഭൗതികമാക്കി, ജിന്നിൻ്റെ കഴിവുകൾ അഭൗതികമാക്കി. അതോടുകൂടി നമ്മൾ സമസ്തക്കാർ പറയുന്ന വാദത്തിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ 2012 പുതിയ ഷിർക്ക് വിശ്വാസത്തിലേക്ക് പോയി, പുതിയൊരു തൗഹീദ് അവതരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. ഈ മൂലിയാരോടും ഈ മൂലിയാരെ കൂടെ നടന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും നിലപാട് വ്യക്തമായി കൊണ്ട് തന്നെ അബ്ദുൽ ഖാദിർ കരുവമ്പയിൽ വിചിന്തനത്തിൽ എഴുതിയ ലേഖനം നിങ്ങൾ തന്നെ വായിക്കലില്ലേ മൂലിയാരെ അല്ലേ? ആ ലേഖനത്തിൽ എഴുതിയ ആ ഡെഫിനിഷനിൽ നിന്ന്, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ ആദർശത്തിൽ നിന്ന് 2012 ശേഷം നമ്മൾ KNMകാർ മാറിയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് പച്ചക്കളവല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ ആരാണ് ജിന്നിനെയും മലക്കിനെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലേക്ക്, അവൻ്റെ സിഫാത്തിലേക്ക്, അവൻ്റെ അഫ്ആലിലേക്ക് കൊണ്ടുപോയത്? കാരണം സാക്ഷാൽ അഭൗതികം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ്. സാക്ഷാൽ ഗൈബ് എന്നറിയപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആ അർത്ഥത്തിൽ എന്തു പറയുക, അഭൗതികം അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള അദൃശ്യം അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള സാക്ഷാൽ ഗൈബ് എന്ന് പറയുകയുള്ളൂ. കാരണം അത് പ്രപഞ്ചാതീതൻ എന്ന അർത്ഥത്തിലാണ്, പ്രപഞ്ചത്തിനും അപ്പുറത്തുള്ളവൻ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനും അപ്പുറത്തുള്ള ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ അപേക്ഷിച്ചുകൊണ്ട് ജിന്നുകളും മലക്കുകളും അതേപോലെ തന്നെ നക്ഷത്രങ്ങളും ചന്ദ്രന്മാരും ഗോളങ്ങളും സ്വർഗവും നരകവും ആത്മാവും പിന്നെ ബർസഖി ലോകവും മനുഷ്യനും ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും എല്ലാം ഈ ആലമു ദുനിയ അല്ലെങ്കിൽ ആലമു ഷഹാദ അല്ലെങ്കിൽ ആലമുൽ ഗൈബ് എന്നറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എല്ലാവരും ഈ പ്രപഞ്ചത്തിനുള്ളിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് നാം കൃത്യമായി വിശദീകരിക്കുമ്പോൾ മലക്ക് റബ്ബിൻ്റെ ദാത്തിനെ അപേക്ഷിച്ച് ഭൗതികമാണ്, അള്ളാഹുവിൻ്റെ ദാത്തിനെ അപേക്ഷിച്ച് ജിന്ന് ഭൗതികമാണ്. സ്വർഗം നരകങ്ങളെല്ലാം കാരണം എന്താ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ അഭൗതികം എന്ന് പറഞ്ഞതും സാക്ഷാൽ അദൃശ്യം എന്ന് പറയുന്നതും സാക്ഷാൽ ഗൈബ് എന്ന് പറയുന്നതും എല്ലാം ആ അർത്ഥത്തിലാണ് എന്ന് പ്രത്യേകം തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ മുസ്ലിയാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് വീണ്ടും നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആരും ആ രൂപത്തിൽ പടച്ചോനെ പോലെയാണ് ജിന്ന്, അള്ളാഹിനെ പോലെ സാക്ഷാൽ അബോധികമാണ് മലക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അത് പച്ചക്കളവാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആലമു ഷഹാദ എന്ന ഈ
ഭൂമി ലോകത്ത് ജീവിക്കുന്നവരാണ്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പഞ്ചേന്ദ്രിയ വ്യവസ്ഥക്കുള്ളിൽ ഉള്ളത് മാത്രമേ കാണാനും അറിയാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. കാരണം നമുക്ക് ആറാം ഇന്ദ്രിയമില്ല. അതുകൊണ്ട് തന്നെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ചോ അവിടെയുള്ള വിവരങ്ങളെക്കുറിച്ചോ ഒരിക്കലും ശാസ്ത്രം ഇനി എത്ര പുരോഗമിച്ചാലും അത് കണ്ടെത്താൻ പറ്റില്ല. അതിന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവലംബിക്കേണ്ടത് വഹീ മാത്രമാണ്. കാരണം പഞ്ചേന്ദ്രിയ ലോകത്തിനപ്പുറത്തേക്ക് പോകാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിട്ടുള്ളത് ഈ ഭൂമി ലോകത്തുള്ള ആലമ ഷഹാദയിൽ തന്നെ ഒരു ഉമ്മാൻ്റെ വയറ്റിൽ ജനിച്ച് മനുഷ്യക്കുഞ്ഞായി ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയുണ്ട്, മുഇസ്സത്തുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക്, മനുഷ്യനെ തൊട്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ലോകത്തേക്ക്, ആലമുൽ ഗൈബിലേക്ക് കടന്നു പോകാനും അവിടെയുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള, അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഇസ്ലാമിലെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ആലമു ഷഹാദ എന്ന പ്രസൻറ്റ് ലോകത്ത് നിന്ന് ആലമുൽ ഗൈബ് എന്ന അദൃശ്യ ലോകത്തേക്ക്, ഗൈബിയായ ലോകത്തേക്ക്, അല്ലെങ്കിൽ അഭൗതികമായ ലോകത്തേക്ക് മനുഷ്യന് കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മലക്കിനെ സംബന്ധിച്ചും ജിന്നുകളെ സംബന്ധിച്ചും സ്വർഗനരകളെക്കുറിച്ചും അതേപോലെ തന്നെ ബർസഖി ലോകത്തെക്കുറിച്ചും ഒക്കെ ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായ കെ എം മൗലവിയാകട്ടെ, സെയ്ദ് മൗലവിയാകട്ടെ, അതേപോലെ അമാനി മൗലവിയാകട്ടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകട്ടെ, എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് അദൃശ്യവും അഭൗതികവും എന്നാണ്. അത് അള്ളാഹിനെ പോലെ എന്നല്ല, ആപേക്ഷികം എന്നർത്ഥത്തിലാണ്. എന്നാൽ മനുഷ്യനെ തൊട്ട് അത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അഭൗതികമാണ്, പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഗൈബാണ്, പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അദൃശ്യമാണ്. എന്നാൽ റബ്ബിൻ്റെ ദാത്തിനെ, സിഫാത്തിനെ, അഫ്ആലിനെ സംബന്ധിച്ച് വ്യക്തപ്പെടുത്തുമ്പോഴോ അതെല്ലാം ഭൗതികം തന്നെയാണ്. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ രണ്ട് കാര്യകാരണ ബന്ധം ഇവിടെ ഉണ്ട്. അതായത് മനുഷ്യനെ തൊട്ട് മലക്കും ജിന്നും ഈ പറഞ്ഞ ആലമുൽ ഗൈബിലുള്ള ഇൽമുകളും എല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. എന്നാൽ ആലമുൽ ഗൈബിലുള്ള സൃഷ്ടികളായ ഈ പറഞ്ഞ മലക്ക്, ജിന്ന്, സ്വർഗം, നരകം ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദാത്തിനെ തൊട്ട് ആലമുൽ ഗൈബിൽ അവർ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലുമാണ്. ഈ വ്യത്യാസം ജനങ്ങൾക്കിടയിൽ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു അടികിട വ്യതിചലിച്ചിട്ടില്ല ഇന്നത്തെ കേരള നൗത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സഭയാകട്ടെ, പ്രഭാഷകന്മാർ ആരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും നെല്ലിക്കുത്തിൻ്റെ ഭാഗത്തിലേക്കോ സമസ്തൻ്റെ ഭാഗത്തിലേക്കോ പോയിട്ടില്ല എന്ന് മാത്രമല്ല, മർക്കസ് സഹാബക്കാർ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് പോലും മാഷാ അല്ലാഹ് ഇസ്ലാമിക പ്രസ്ഥാനം പോയിട്ടില്ല. കാരണം അതിൻ്റെ പോകേണ്ട ആവശ്യമില്ല. കാരണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അഷ്ഹദു അന്ന അഖിൽ റസൂലുള്ളാഹ് എന്നോ, അഷ്ഹദു അന്ന അനാനിയത്ത് റസൂലുള്ളാഹ് എന്നോ, അഷ്ഹദു അന്ന സയൻസ് റസൂലുള്ളാഹ് എന്നോ ഒന്നുമല്ല. ഞങ്ങൾ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. ഈ രണ്ട് ഷഹാദത്ത് കലിമയുടെ കീഴിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിക്ക് അല്ലാഹു തആല നൽകിയ ഗൈഡൻസ് ആകുന്ന ഖുർആനും സുന്നത്തും അതിനെ മനസ്സിലാക്കിയ സ്വഹാബത്തിൻ്റെ മനഹജ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ ഒരു അബദ്ധത്തിലും പറ്റിയിട്ടില്ല എന്ന് ഈ അഭിനവ സാമരിയോട്, ഇതിനു വേണ്ടി മുഖാമുഖം നടത്തിയ ആൾക്കാരോട്, ഇത് പ്രചരിപ്പിക്കുന്ന വിശ്വത്തിൻ്റെ ആളുകളോട് ഞങ്ങൾ ആമുഖത്തിൽ തന്നെ പറയാണ്. ഇനി ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും വിശദീകരിക്കാം. കേട്ടോളൂ.